എന്തൊക്കെ വികസനങ്ങളാണ് ഇനി കാണുന്നത്? ഞാൻ മുമ്പും പറഞ്ഞിരുന്നു, നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം കുടിവെള്ളമാണ്. അത് എവിടെ ചെന്നാലും ഇപ്പം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലത്ത് പോലും അനുഭവിക്കുന്നത് ഈ ഒരു പ്രശ്നമാണ്. അപ്പോൾ കുടിവെള്ളം തന്നെയായിരിക്കും ആദ്യം നമ്മൾ നോക്കുക. പിന്നെ ഒരുപാട് പാലങ്ങൾ നമ്മൾ ചെന്നൈ, പൈമനം, തിരുവാർപ്പ്, നീണ്ടൂർ പോലുള്ള സ്ഥലങ്ങളിൽ പാലങ്ങളുടെ അഭാവം ഭയങ്കര ഒരു പ്രശ്നമാണ്. ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ കുമരകത്ത് ബോട്ടിൽ പോയിരുന്നു, നെല്ല് കർഷകരുടെ ദുരിതം അത് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്ക് എത്ര നേരം കൊണ്ട് ആ ബോട്ടിൽ ആൾക്കാരത് അവിടെ താമസിക്കുന്നവരും അങ്ങനെയാണ് പോകുന്നത്. ആൾക്കാർ ഈ നെല്ല് ഇതിന് വേണ്ടിയിട്ട് പോകുന്ന ജോലിക്കാരും ഒക്കെ അതൊക്കെ എന്ത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ പാലങ്ങൾ വളരെ അത്യാവശ്യമാണ്. റോഡുകൾ തിരുവാർപ്പിലോട്ടൊക്കെ ചെന്നാൽ മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളാണ്, നമുക്ക് സഞ്ചാരയോഗ്യമേ അല്ല. ചിലയിടത്ത് റോഡ് പണി തുടങ്ങാനായിട്ട് ഇട്ടിട്ട് അത് അടച്ച് ഇട്ടിരിക്കുക, പണി നടക്കാതെ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ വീടില്ലാത്ത എനിക്ക് നമ്മൾ അയ്മനത്തല്ലേ ഏട്ടാ, അവിടെ വീടിന് പേരിന് കട്ടകൾ കെട്ടി 4 വശത്ത് ഇങ്ങനെ ഒരു പേരിന് ചോദിച്ചാൽ വീടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയാൻ രീതിയിൽ ഒറ്റ മുറിയിലാണ് ഇവരെല്ലാവരും കൂടെ താമസിക്കുന്നതും. അപ്പോൾ അതൊക്കെ ശരിക്കും അവർക്കൊക്കെ സ്ഥലം സ്വന്തമായിട്ടുള്ളവർ, അപ്പോൾ സുഖമായിട്ട് അവർക്ക് വീട് വെച്ച് കൊടുക്കേണ്ടതാണ്. ഇതുവരാരും കൊടുത്തില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ വന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നോക്കും. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം തൊഴിലവസരമാണ്. നമ്മൾ മഞ്ചാടിക്കരിയൊക്കെ പോയിരുന്നു, അവിടെയുള്ള ആളുകളുടെ മൊത്തം അവർക്ക് വേറെ ഒന്നും വേണ്ട, അവർ തൊഴിൽ കൊടുത്താൽ മതി എന്ന് മാത്രം അവർ പറയുന്നത്. കാരണം അവർക്കൊക്കെ സ്വയം തൊഴിൽ വഴി രക്ഷപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ ഉള്ളവരാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇപ്പം നമുക്കറിയാം, ഇപ്പം കുമരകം എന്തായിരുന്നു നമ്മുടെ പദ്ധതികളുണ്ട്, ടൂറിസം പദ്ധതികളുണ്ട്. ഇതിനൊക്കെ ഉള്ള സപ്പോർട്ട് നമുക്ക് ഈവൻ കേന്ദ്രത്തിൽ നിന്ന് പോലും തരുന്നുണ്ട്. എന്നിട്ട് ഇവിടെ ഉള്ളവർ തിരിഞ്ഞു നോക്കുന്നില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നാൽ ഇതുപോലെ തൊഴിലില്ല എന്ന് പറഞ്ഞിരിക്കുന്ന നമ്മുടെ യുവാക്കൾക്കായിക്കോട്ടെ, കുറച്ച് അവിടെയൊക്കെ മഞ്ചാടിക്കരിയിലൊക്കെ പ്രായവർക്ക് പോലും തൊഴിലില്ലാതെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പം അവർക്കൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഇതായിരിക്കും നമ്മൾ ചെയ്തു കൊടുത്താൽ കിട്ടുന്നത്. അപ്പോൾ പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഇത്തവണ പത്രിക ഇറക്കിയപ്പോഴും നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിൻ്റെ കാര്യം. അതായത് കിഴക്കമ്പലം, ഈ കിഴക്കമ്പലം ഞാനിവിടെ കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ആദ്യം കുറേ കളിയാക്കലായിരുന്നു. നിസാരം ഞാൻ പറയട്ടെ, കിഴക്കമ്പലത്ത് ചെയ്തത് ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് മാത്രമല്ല, ഈ വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുത്തതും ആ കിഴക്കമ്പലം പ്രൊജക്റ്റിൽ പെടുന്നതാണ്. അതേ കാര്യങ്ങൾ തന്നെയാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇനിയുണ്ട്. പ്രശ്നങ്ങൾ ചെറുതായിട്ടും വലുതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷേ മേജർ പ്രശ്നങ്ങൾ ഇത്രയും നാൾ നമ്മൾ പോയെടുത്ത് കണ്ടത് ഇത്രയൊക്കെയാണ്.